भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 757 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഏകാദശ സ്കന്ധം 3-ാമത്തെ അധ്യായത്തിലെ സമർപ്പണ രംഗത്തിലെ ശ്ലോകങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. 49-ാമത്തെ ശ്ലോകം മുതൽ ഇവിടെ നമുക്കിതാ മനസ്സിലാവുന്നു. നിമി നവയോഗി സംവാദ രൂപത്തിൽ ഭാഗവത ധർമ്മങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കർമാകർമ്മ വികർമ്മങ്ങളെക്കുറിച്ച്, കർമ്മം അകർമ്മം വികർമ്മം ഇതൊക്കെ എന്താണ് എന്നുള്ളൊരു ചോദ്യം നിമി മഹാരാജാവിൽ നിന്നുണ്ടായത്. അതിന് മറുപടിയായി ആവിർഹോത്രൻ എന്ന യോഗീശ്വരൻ പറയുകയാണ്, അതിൽ കർമ്മയോഗത്തിൽ പൂജാവിധികളെ ഒന്ന് വിസ്തരിക്കുന്നു. ശുചിസമ്മുഖമാസീന പ്രാണസംയമനാദിഭി പിണ്ഡം വിശോധ്യ സന്യാസകൃതരക്ഷോർച്ചയേദ്ധരിം. ശുചി സമ്മുഖം ആസീന, വളരെ ശുദ്ധനായി എതിർമുഖമായി ഇരുന്നിട്ട്, പ്രാണസംയമനാദിഭി പ്രാണായാമാദികൾ കൊണ്ട് പിണ്ഡം വിശോധ്യ ദേഹത്തെ ശുദ്ധീകരിച്ചിട്ട്, സന്യാസകൃതരക്ഷ അംഗന്യാസാദികളാൽ രക്ഷ ചെയ്തിട്ട്, ഹരിം അർച്ചയേൽ മഹാവിഷ്ണുവിനെ അർച്ചിക്കണം എന്ന് പറയുന്നു. ഏത് രൂപത്തിൽ വേണമെങ്കിലും ഭഗവാനെ ആരാധിക്കാമെന്ന് പറഞ്ഞു. അത് ഏത് രൂപത്തിൽ ആരാധിച്ചാലും അത് ഹരിയെ ആരാധിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള രീതിയിൽ ശ്രീഹരിയെ ആരാധിക്കണം, മഹാവിഷ്ണുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞു. ശരീരത്തിനും മനസ്സിനും സംബന്ധമുള്ളത് കൊണ്ട് രാഗദ്വേഷാദി ദുർവൃത്തികൾ കൂടാതെ മനസ്സിനെയും അശുദ്ധി കൂടാതെ വപുസ്സിനെയും സൂക്ഷിക്കാൻ ശ്രമിക്കണം. ദേഹശുദ്ധിക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ? കാലത്തെണീറ്റു കുളി എന്നിവയും കഴിഞ്ഞ് അല്ലേ, സ്നാനാദികളൊക്കെ വേണ്ടതുപോലെ ചെയ്യണം. ദേഹശുദ്ധി. അതേപോലെ മനഃശുദ്ധി,
ദേഹശുദ്ധി മനോനൈർമല്യത്തിനും മനഃശുദ്ധി ദേഹസുഖത്തിനും കാരണമായി തീരും. അന്യോന്യ സംബന്ധികളുടെ ഗുണദോഷം അന്യോന്യം ബാധിക്കും. അതുകൊണ്ട് അകവും പുറവും ശുദ്ധിയോടെ സൂക്ഷിക്കണം. പൂജ ആരംഭിക്കുന്നതിന് മുമ്പ് സ്നാനം കഴിഞ്ഞ് പൂജിക്കുന്ന ആ ബിംബത്തിൻ്റെ, ആ ഈശ്വര സങ്കല്പത്തിൻ്റെ മുമ്പിൽ സമ്മുഖം, എതിർമുഖമായിട്ട് ഇരിക്കുക. അതിനുശേഷം ആ പ്രണവധ്യാനപൂർവം പ്രാണായാമം ചെയ്ത് നാഡീശുദ്ധി വരുത്തുക. ഇട, പിംഗല, സുഷുമ്ന എന്ന പ്രധാന നാഡികളിൽ കൂടി ബ്രഹ്മതേജസ്സിന്റെ പ്രകാശം ഉപാസകന് അനുഭവവേദ്യമാകണമെങ്കിൽ ഇത്തരത്തിലുള്ള നാഡികൾ വിശേഷിച്ചും മാലിന്യമില്ലാതെ നിർമ്മലമായിരിക്കണം. അതിനുള്ള കർമ്മമാണ് പ്രാണായാമം. അതിൽ തന്നെ പൂരകം, കുംഭകം, രേചകം എന്നിങ്ങനെ 3 രീതികളുണ്ട്. പ്രാണായാമത്തെക്കുറിച്ച് വീണ്ടും പറയും, അതുകൊണ്ട് ഇവിടെ വിസ്തരിക്കണില്ല. അകത്തേക്ക് വലിക്കുക, പിടിച്ചു വയ്ക്കുക, പുറത്തേക്ക് വിടുക എന്നുള്ളതൊക്കെയാണ്. ഇങ്ങനെ ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം അംഗന്യാസം, കരന്യാസം ഇതൊക്കെ മന്ത്രപൂർവം ചെയ്യുക. ഭൂതപ്രേത പിശാചുക്കളുടെ ബാധയിൽ നിന്ന് രക്ഷിക്കുക. താൻ ഭജിക്കുന്ന ദിവ്യമൂർത്തി ഏത് ദിക്കിലും ഒരു ബാധയും കൂടാതെ നമ്മളെ രക്ഷിക്കും എന്ന ഉറപ്പോടുകൂടി ഇരിക്കുക. അങ്ങനെ രക്ഷിക്കാൻ പാകത്തിന് ആ ദിവ്യമൂർത്തിയെ തനിക്ക് സ്വന്തമാക്കി വയ്ക്കുക. ആ ദിവ്യമായിട്ടുള്ള മന്ത്രങ്ങൾ ഗുരു ഉപദേശിച്ചതനുസരിച്ച് ശ്രദ്ധയോടുകൂടി ആ അക്ഷരങ്ങളൊക്കെ വേണ്ടതുപോലെ ഉച്ചരിച്ചും കൊണ്ട് ജപിക്കുക. മഹാവിഷ്ണുവിനെ പൂജിക്കുക, ദിവ്യവിഗ്രഹത്തെ ധ്യാനിക്കുക. അവതാര രംഗങ്ങളിൽ ഭഗവാൻ ആടിയ ഓരോ ലീലകളും സ്തോത്രരൂപേണ ഭഗവാൻ തന്നെ ഇനി ഉദ്ധവന് ഉപദേശിക്കുമ്പോൾ ക്രിയായോഗം എന്നുള്ള രീതിയിൽ പൂജാവിധി വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഏതായാലും സ്തോത്രങ്ങളൊക്കെ ചൊല്ലുക. ജലഗന്ധ പുഷ്പ ധൂപ ദീപാദികളോടും നൈവേദ്യത്തോടും കൂടി ഭഗവാനെ പൂജിക്കുക. പിന്നെ അർച്ചാദൗ ഹൃദയേ ചാപി യഥാലബ്ധോപചാരകൈ ദ്രവ്യക്ഷിത്യാത്മലിംഗാനി നിഷ്പാദ്യ പ്രോക്ഷ്യ ചാസനം. അർച്ചാദൗ ബിംബാദികളിലും ഹൃദയേ ച അപി ഹൃദയത്തിലും യഥാലബ്ധോപചാരകൈഹി യഥോചിതം ലഭിക്കുന്ന ഉപചാര പദാർത്ഥങ്ങൾ കൊണ്ട് ദ്രവ്യക്ഷിത്യാത്മലിംഗാനി പൂജാദ്രവ്യം, സ്ഥലം, ദേഹം, ബിംബം ഇതിനെയും ആസനം ഇരിക്കുന്ന പീഠത്തെയും നിഷ്പാദ്യ സമ്പാദിച്ച് പ്രോക്ഷ്യച പുണ്യാഹം തളിച്ച് ശുദ്ധി വരുത്തണം എന്നാണ്. ഇഷ്ടദേവതാരൂപത്തെ നിർമ്മിക്കുകയോ സ്ഥാനം കൽപ്പിക്കുകയോ ചെയ്യാം. പൂജിക്കാനുള്ള സാധനങ്ങൾ നിശ്ചയിക്കുക, അതിനും വിധിയുണ്ട്. രാമകൃഷ്ണാദി രൂപങ്ങൾ തന്ത്രത്തിൽ വിവരിച്ച തരത്തിൽ ആ രൂപങ്ങളെയൊക്കെ വേണ്ടതുപോലെ ഉണ്ടാക്കിയെടുക്കാം, അതിനെ പൂജിക്കാം. ഇനി ഹൃദയകമലത്തിൽ ആ ഭഗവത് ചൈതന്യം എന്നും നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഹൃദയസ്ഥിതനായിരിക്കുന്ന ഭഗവാനെ സങ്കല്പശക്തി കൊണ്ട് അവിടെ ധ്യാനിച്ച് മാനസികമായ ഉപചാരങ്ങൾ കൊണ്ട് പൂജിക്കാം. ഹൃദിസ്ഥം പൂജയാമാസ എന്ന് ഭീഷ്മപിതാമഹൻ ഭഗവാനെ പൂജിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇനി ബിംബത്തിലാണ് പൂജിക്കുന്നതെങ്കിൽ ദേശകാലങ്ങൾക്കനുസരിച്ച് എന്താണോ കിട്ടുന്നത് അതുകൊണ്ട് പൂജിക്കാം എന്ന് പറയുന്നു. പൂജിക്കാൻ ഉപയോഗിക്കുന്ന പുഷ്പം തുടങ്ങിയ വസ്തുക്കൾ പൂജിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാം വേണ്ട പോലെ ശേഖരിച്ച് ശുദ്ധമാക്കി പരിശോധിച്ച് വൃത്തിയായി സമ്പാദിച്ചു വെക്കണം. പൂജിക്കാനുള്ള സ്ഥലം അത് തുടച്ച് വൃത്തിയാക്കണം. പുണ്യാഹം തുടങ്ങിയ കഴിച്ച് പരിശുദ്ധമാക്കണം. ദേഹം സ്നാനാദികൾ കൊണ്ട് ശുദ്ധമാക്കണു. സ്നാനാനന്തരം മന്ത്രം കൊണ്ട് പരിശുദ്ധമാക്കിയ ഗംഗേച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന രീതിയിൽ ആ സപ്തനദികളെയും ശംഖിലേക്ക് ആവാഹിച്ച് ശുദ്ധി വരുത്തണം എന്നാണ്. പൂജിക്കാനുള്ള സ്ഥലത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അന്ധക്കരണം ആനന്ദത്തിൻ്റെ ആ അഭൗമമായ തലത്തിലേക്ക് എത്തണം. പുഷ്പാദി ദ്രവ്യങ്ങൾ കണ്ടാൽ പരമാനന്ദം ഉണ്ടാവണം. ഗന്ധപുഷ്പാദികൾ എടുത്ത് ഉപയോഗിക്കാൻ പാകത്തിന് അത് വേണ്ട സ്ഥലത്ത് ചിട്ടയോടും അടുക്കോടും കൂടി സൂക്ഷിച്ചു വെക്കണം.
പാദ്യാദീൻ ഉപകൽപ്യാഥ സന്നിധാപ്യ സമാഹിത ഹൃദാദിഭി കൃതന്യാസോ മൂലമന്ത്രേണ ചാർച്ചയേൽ. പാദ്യാദീൻ പാദോദകം മുതലായവയെ സമ്പാദിച്ചിട്ട് സന്നിധാപ്യ അടുത്തു വെച്ച് പിന്നെ സമാഹിത ഏകാഗ്രമായ മനസ്സോടുകൂടി ഹൃദാദിഭി ഹൃദയാദികൾ കൊണ്ട് കൃതന്യാസ ചെയ്യപ്പെട്ട ന്യാസത്തോടുകൂടിയവനായി മൂലമന്ത്രേണ ച മൂലമന്ത്രം കൊണ്ട് അർച്ചയേൽ പൂജിക്കണം. അർഘ്യം പാദ്യം ആചമനീയം അല്ലേ? ഇങ്ങനെ ഉപചരിക്കാനുള്ള ജലാദികൾ പരിശുദ്ധമായ പാത്രത്തില് സമീപത്ത് തന്നെ വെക്കണം. എല്ലാം ആയില്ലേ എന്നൊന്ന് ഒത്തുനോക്കണം. അപ്പോൾ ലൗകികമായ വിഷയങ്ങളിൽ നിന്ന് വിട്ട് ആത്മീയമായ അഭൗമമായ ഒരു തലത്തിലേക്ക് പൂജകൻ എത്തണം. ഒരു വിഷയത്തെയും ലേശം പോലും ചിന്തിക്കാതെ സ്മരിക്കാതെ ഏകാഗ്രചിത്തനായി ആവാഹനാദി മന്ത്രങ്ങൾ കൊണ്ട് ആ ഭഗവത് സ്വരൂപത്തെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ ബിംബത്തിലേക്ക് ആവാഹിക്കുന്നതായി ധ്യാനിക്കണം. മന്ത്രാധീനം തു ദൈവതം അല്ലേ? ദിവ്യമന്ത്രങ്ങൾ യഥാവിധി ഉച്ചരിക്കുമ്പോൾ ഈശ്വരൻ അവിടെ സന്നിധാനം ചെയ്യും. ഇതാണ് വേദവാക്യം, ശ്രുതി. അപ്പോ അതിൽ അവിശ്വാസമൊട്ടുമില്ലാതെ പരിപൂർണമായ വിശ്വാസത്തോടുകൂടി ഗുരുവാണി ഈശ്വരവാണി തന്നെയാണ് എന്ന് കരുതി ഉറപ്പോടെ ആരാധനാബിംബത്തിലും തന്നിലും ഭഗവാൻ ആവേശിച്ചിരിക്കുന്നു എന്ന രീതിയിൽ അവിടെ പൂജകനും ഈശ്വരൻ തന്നെയാണ്, പൂജിക്കപ്പെടുന്നതും ഈശ്വരൻ തന്നെയാണ്, പൂജാവസ്തുക്കൾ മുഴുവൻ ഈശ്വരൻ തന്നെയാണ്. ഭഗവാൻ ഒരിടത്ത് ബ്രഹ്മാവിനോട് ഇത് പറയുന്നുണ്ട്. എന്നിട്ടോ ആ മൂലമന്ത്രം കൊണ്ട് പൂജിക്കണം. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി, ഓം വിഷ്ണവേ നമ എന്ന ഷഡാക്ഷരി, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി, ഇങ്ങനെയുള്ള മന്ത്രങ്ങളെ കൊണ്ടൊക്കെ ഭഗവാനെ വേണ്ട പോലെ ഭജിക്കണം. ന്യാസാദി മന്ത്രങ്ങളും മൂലമന്ത്രവും ഗുരുനാഥനിൽ നിന്ന് സ്വീകരിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ എന്ന് പ്രത്യേകം പറയുന്നു. ഗുരോരനുഗ്രഹേണൈവ. എന്നിട്ടോ സാങ്കോപാംഗം സപാർഷദാം താം താം മൂർത്തിം സ്വമന്ത്രത പാദ്യാഖ്യാചമനീയാദ്യൈ സ്നാനവാസോ വിഭൂഷണൈ ഗന്ധമാല്യാക്ഷതസ്രഗ്ഭിർ ധൂപദീപോപഹാരകൈ സാംഗം സംപൂജ്യ വിധിവൽ സ്തവൈസ്തുത്വാ നമേദ്ധരിം. സാങ്കോപാംഗം അവയവം, ആയുധം എന്നിവയോടും സപാർഷദാം പാർഷദന്മാരോടുകൂടിയും താം താം മൂർത്തിയും അതത് മൂർത്തിയെ സ്വമന്ത്രത അവരുടെ മന്ത്രം കൊണ്ട് പാദ്യാർഘ്യാചമനീയാദ്യ കാൽ കഴുകാൻ, മുഖം കഴുകാൻ, ദേഹശുദ്ധി വരുത്താൻ ഒക്കെയുള്ള ജലം കൊണ്ടും സ്നാനവാസോ വിഭൂഷണ അഭിഷേകം, വസ്ത്രം, അലങ്കാരം ഇവ കൊണ്ടും ഗന്ധമാല്യാക്ഷതസ്രഗ്ഭി ചന്ദനം, മാല്യം, കുറിയിടാനുള്ള സാധനം, മാല ഇതുകൊണ്ടും ധൂപദീപോപഹാരകൈ ധൂപം, ദീപം, നൈവേദ്യം തുടങ്ങിക്കൊണ്ടും സാംഗം അംഗങ്ങളെ ഒന്നും വിടാതെ വിധിവൽ സംപൂജ്യ ശാസ്ത്രവിധി പ്രകാരം പൂജിച്ചിട്ട് സ്തവൈ സ്തുത്വ ഹരിം നമ്മേൽ സ്തോത്രങ്ങൾ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചിട്ട് ആ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കണം എന്ന് പറയുന്നു. അപ്പൊ ഭഗവാന്റെ കൈകള്, കാല്, സുദർശനം, പാഞ്ചജന്യം, കൗമോദകി, ശാർംഗം, പത്മം തുടങ്ങിയ ആയുധങ്ങളും ഭൂഷണങ്ങളും, നന്ദൻ, സുനന്ദൻ, കുമുദൻ, കുമുദേക്ഷണൻ തുടങ്ങിയ പാർഷദന്മാർ, അങ്ങനെയുള്ള ആ മൂർത്തിയെ ഏതേത് മൂർത്തികളുടെ അവയവിശേഷങ്ങളെയും ആയുധങ്ങളെയും പാർഷദന്മാരെയും ഒക്കെ മന്ത്ര തന്ത്ര ശാസ്ത്രങ്ങളിൽ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ അതേ വിധത്തിൽ വേണമെന്നാണ്. പാദ്യം, അർഘ്യം, ആചമനീയം, സ്നാനം, വസ്ത്രം, അലങ്കാരം, ചന്ദനം, മാല്യം, കുറിയിടാനുള്ള ആ ചന്ദനം, അക്ഷതം, മാല, ധൂപം, ദീപം, നൈവേദ്യം തുടങ്ങിയവ കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പൂജിക്കണം. ഭഗവാന്റെ ഗുണഗണങ്ങളെ വർണ്ണിക്കുന്ന സ്തോത്രങ്ങൾ, വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ഭുജംഗപ്രയാദം, അഷ്ടോത്തര ശതം എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള പുരുഷസൂക്തം, ഭാഗ്യസൂക്തം തുടങ്ങിയവ കൊണ്ടൊക്കെ ഭഗവാനെ പൂജിക്കുക. ഭഗവാന്റെ അവതാരമൂർത്തികളിൽ ആരെ ഭജിച്ചാലും അതിന് വിധിച്ചതായിട്ടുള്ള, അതിന് യോജിച്ചതായിട്ടുള്ള സ്തോത്രങ്ങളൊക്കെ ജപിക്കുക. പിന്നെ ഇനി ശിവനിലോ അല്ലെങ്കിൽ ദേവിയിലോ അല്ലെങ്കിൽ ഗണപതിയിലോ
ഏതിലെങ്കിലും മറ്റ് ഈശ്വരഭാവങ്ങളിലാണ് താല്പര്യമെങ്കിൽ അതനുസരിച്ച് പൂജ ചെയ്യണമെന്നാണ്. ഇവിടെ പൊതുവിൽ വിഷ്ണു ഭജനത്തെക്കുറിച്ച് പറയുന്നു. ആ ഭഗവാന്റെ സ്വരൂപത്തെയും പൂജാക്രമത്തെയും പറയുന്നു. ഇപ്പൊ ശൈവം വൈഷ്ണവം എന്ന വ്യത്യാസമൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നാണ്. വിഷ്ണു ഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് സാക്ഷാൽ രുദ്രൻ. വൈഷ്ണവാനാം യഥാശംഭു എന്ന് പറയുന്നു. അപ്പം അതുകൊണ്ട് ഓരോരുത്തരുടെയും രുചിക്കനുസരിച്ച് ഭഗവാനെ ഉപാസിക്കാം. ഭഗവാൻ വ്യാസമഹർഷി ചില പുരാണങ്ങളിൽ ശിവന്റെ ഔന്നത്യത്തെക്കുറിച്ച് പറയുന്നു, ചിലതിൽ വിഷ്ണുവിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നു. കാരണം എന്താ? ഇത് രണ്ടും ഒന്നു തന്നെയാണെന്നാണ്. എന്നാൽ വൈഷ്ണവന്മാരും ശൈവന്മാരും അടുത്ത കാലം വരെ പലപ്പോഴും വലിയ രീതിയിൽ തല്ലുകൂടിയിരുന്നു. അതിനൊക്കെ നേരെ അതിനുള്ളൊരു മറുപടിയായിട്ടാണ്, ഉത്തരമായിട്ടാണ് ശങ്കരാചാര്യസ്വാമികൾ അദ്വൈത സിദ്ധാന്തത്തെ പറഞ്ഞു തരുന്നത്. ശാസ്ത്രസാരവും വസ്തുസാരവും അറിയാത്തത് കൊണ്ടാണ് ആളുകൾ ഇങ്ങനെയൊക്കെ മത്സരിക്കുന്നത്. ആത്മാനം തന്മയം ധ്യായൻ മൂർത്തിം സംപൂജയേദ്ധരേ ശേഷാമാധായ ശിരസ സ്വധാമ്യുദ്വാസ്യ സൽകൃതം. ആത്മാവിനെ, ഉപാസകനായ തന്നെ ഭഗവത് രൂപമായി ധ്യാനിച്ച് ഹരിയുടെ ആ മൂർത്തിയെ സംപൂജയിൽ ശ്രദ്ധയോടുകൂടി പൂജിക്കുക. പിന്നെയോ നിവേദിച്ച ആ വസ്തുക്കൾ അതൊക്കെ ശിരസ, ആ ശിരസ്സുകൊണ്ട് ഏതൊക്കെയാണോ ഭഗവാന് സമർപ്പിച്ചത് അതൊക്കെ തന്നെ. ഭഗവാന് നിവേദ്യമുണ്ട്, മാലയുണ്ട്, പൂക്കളുണ്ട്, ചന്ദനുണ്ട്. ഇതൊക്കെ പ്രസാദമായിട്ട് സ്വീകരിക്കുക. എന്നിട്ട് ആ ഭഗവാനെ സ്വധാമിനി തൻ്റെ സ്ഥാനത്തിൽ ഹൃദയത്തിലോ ബിംബത്തിലോ ഉദ്വസിപ്പിച്ചിട്ട് പൂജ സമർപ്പിക്കണം എന്നാണ്. പൂജാവിധാനന്തരം ഭഗവത് സ്വരൂപത്തിൽ ചാർത്തിയ മാല, ചന്ദനം എടുത്ത് ധരിക്കുക. പിന്നെ ആവാഹനാപൂർവം പൂജിക്കപ്പെട്ട ഭഗവാനെ തൻ്റെ ഹൃദയകമലത്തിലോ ഭഗവാന്റെ ബിംബത്തിലേക്കോ തന്നെ ലയിപ്പിക്കുക. അങ്ങനെ പൂജാവിധി അവിടെ സമർപ്പിക്കണം എന്നാണ്. ഏവം അഗ്ന്യർക്ക തോയാദാവതിഥൗ ഹൃദയേ ചയാ യജതീശ്വരമാത്മാനമജിരാൻ മുച്യതേഹി സ പറഞ്ഞു. ഇങ്ങനെ എന്തിലൊക്കെ പൂജിക്കാന്നാ പറയണത്? അഗ്നി അർക്കതോയാദൗ, അഗ്നി, സൂര്യൻ, ജലം. ഇപ്പോൾ അഗ്നിയിലാവുമ്പോൾ അത് ഹോമം ആണ്. സൂര്യനിലാണെങ്കിൽ നമസ്കാരമായിട്ടാണ് പറയുക. ജലത്തിലാണെങ്കിൽ തർപ്പണം. പിന്നെ അതിഥൗ, അതിഥിയില്, ഹൃദയത്തിൽ യാതൊരുത്തൻ ഈശ്വരം ആത്മാനം യജതി, സർവേശ്വരനായിരിക്കുന്ന ആത്മാവിനെ യജിക്കുന്നുവോ സ അചിരാൽ മുച്യതേ ഹി, അവൻ സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടുക തന്നെ ചെയ്യും. അഗ്നിയിൽ സാധാരണ എന്താ ചെയ്യുക? ഹോമിക്കുകയാണ് ചെയ്യുക. അഗ്നി ജ്വലിപ്പിക്കുക, അതിൽ ഈശ്വരനെ കണ്ടുകൊണ്ട് ആ അഗ്നിയിലേക്ക് സമർപ്പണം ചെയ്യുക. സൂര്യ നമസ്കാരമാണ് വളരെ വിശേഷമായിട്ടുള്ളത് എന്ന് പറയും. സൂര്യന് തർപ്പണം ചെയ്യാറുണ്ട്. അതുപോലെ വെള്ളമെടുത്തും കൊണ്ട് വെള്ളത്തിൽ ഈശ്വരനെ കണ്ട് തർപ്പണം ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് പൂജാവിധികൾ. അഗ്നി, സൂര്യൻ, ജലം, ഹൃദയം, അതിഥികൾ, ഇവിടെയൊക്കെ ഭഗവാനെ കണ്ട് ഭഗവത് സ്വരൂപത്തെ നിരന്തരം ഉപാസിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നു. അങ്ങനെ ഉപാസിച്ചു കഴിഞ്ഞാലോ സകല സംസാര സങ്കടങ്ങളിൽ നിന്നും മോചനം നേടാനായിട്ട് സാധിക്കും. അങ്ങനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്ത ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ഭഗവന്മയനായി ഭവിക്കുക. ഇതൊക്കെ അതിസൂക്ഷ്മ ബുദ്ധികളായിട്ടുള്ള ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കും ഒക്കെ തന്നെ ഈ ക്രിയായോഗം വളരെ വിശേഷമാണ് എന്ന് രാജാവിന് ഉപദേശിച്ചു കൊടുത്തും കൊണ്ടാണ് അവിടെ നവയോഗികൾ ആ ബ്രഹ്മകർമാദി നിരൂപണം എന്ന 3-ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കുന്നത്. നവയോഗികൾ നിമി മഹാരാജാവിന്, വിദേഹരാജാവിന് നൽകിയ ഈ ഉപദേശം അത് തന്നെയാണ് ദ്വാരകയിൽ ദേവകീവസുദേവന്മാരുടെ മുമ്പിൽ സാക്ഷാൽ ഭക്തോത്തമനായ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനായ നാരദൻ ഉപദേശിക്കുന്നത്. അതിനെ തന്നെയാണ് അവിടെ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ മുമ്പിൽ ശ്രീശുക ബ്രഹ്മർഷി ഗംഗാതടത്തിൽ വെച്ച് ഉപദേശിക്കുന്നത്. അതിനെ തന്നെയാണ് സൂത പൗരാണികൻ നൈമിഷാരണ്യത്തിൽ തൻ്റെ മുമ്പിലിരിക്കുന്ന ശൗനകാദി ഋഷീശ്വരന്മാരുടെ
ചോദ്യത്തിന് മറുപടിയായി ഭാഗവത കഥകളെ പറഞ്ഞു കൊടുക്കുമ്പോൾ, പകർന്നു കൊടുക്കുമ്പോൾ ഈ ഭാഗത്തെ തന്നെയാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ എത്രയോ ശിഷ്യ പ്രശിഷ്യ പരമ്പരകളിലൂടെ കടന്നു വന്ന ഈ ഭാഗവത ഗംഗ അല്ലെങ്കിൽ ഈ ഭാഗവത അർണവം നമുക്കും ആസ്വദിക്കാനുള്ളൊരു ഭാഗ്യം ഭഗവാൻ തന്നു. അതുമാത്രമാണ് നമുക്ക് ഇത്തരുണത്തിൽ ഓർമ്മിക്കാനുള്ളത്. ഏതായാലും ഭഗവാന്റെ വിവിധങ്ങളായ അവതാരമൂർത്തികളിൽ നിങ്ങൾക്ക് ഏത് രൂപത്തിലാണോ ഭഗവാനെ ഇഷ്ടം, ആ ഇഷ്ടമൂർത്തിയെ പൂജിക്കാൻ മഹാവിഷ്ണുവിൻ്റെ അവതാര വിശേഷങ്ങൾ വളരെ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ, സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിക്കണമെന്ന് പറഞ്ഞപ്പോൾ, ചെയ്ത കർമ്മങ്ങളും ഗുണങ്ങളും അറിഞ്ഞാലാണ് സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിക്കാൻ സാധിക്കുള്ളൂ, അല്ലേ? ഭഗവാൻ എന്തൊക്കെയാണ് ചെയ്തത് അതിനെ അറിയുന്ന ആൾക്കാണ് ഭഗവാനെ കുറിച്ച് ഗംഭീരമായിട്ട് സ്തോത്രങ്ങൾ നിർമ്മിക്കാനും അത് ഭംഗിയായി ഭഗവാന് പാടി ചൊല്ലി സമർപ്പിക്കാനും സാധിക്കുള്ളൂ. അങ്ങനെയെങ്കിൽ ആ ഭഗവാന്റെ ദിവ്യമായ വേഷങ്ങൾ എന്തൊക്കെയാണ്? ഭഗവാൻ അവതരിച്ചു എന്ന് പറയുന്നു. സാധാരണ ജീവികളെ പോലെ ഭഗവാന്റെ അവതാരത്തിൽ പാരതന്ത്രത്തിൻ്റെ ഒരു കണിക പോലുമില്ല. പരിപൂർണ സർവതന്ത്ര സ്വരൂപനാണ് ഭഗവാൻ. അങ്ങനെയെങ്കിൽ ഭഗവാൻ ഓരോ കാര്യങ്ങൾ നിർവഹിക്കാൻ ഓരോ തരത്തിൽ രൂപം ധരിച്ചു. ആ രൂപങ്ങൾ ഏതൊക്കെയാണ്? എന്തൊക്കെ ലീലകളാണ് ഭഗവാൻ ആടിയത്? ഇതുവരെ ആടിയ ലീലകൾ എന്തൊക്കെ? ഇനി ഭഗവാൻ ഏതൊക്കെ രൂപത്തിൽ അവതരിക്കും? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് നവയോഗികളിൽ ദ്രുമിളൻ എന്ന യോഗീശ്വരൻ ഈ അവതാരമൂർത്തികളെ കുറിച്ച് ഒരധ്യായം കൊണ്ട് പറയുന്നത്. ഏകാദശ സ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായം അവതാര കഥാകഥനമാണ്. ഭഗവാന്റെ വിവിധങ്ങളായിട്ടുള്ള അവതാരങ്ങളെക്കുറിച്ച് പറയുന്നു. അങ്ങനെ ആ അവതാരങ്ങളെക്കുറിച്ച് പറയുന്നതോടുകൂടി 4-ാമത്തെ അധ്യായം സമർപ്പിക്കും. അവതാര വർണ്ണനം എന്നുള്ള ആ 4-ാമത്തെ അധ്യായം നമുക്ക് നാളെ അനുസ്മരിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിയോം. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ. ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ. ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു
ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു. കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു.
ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.